CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ബുള്ളറ്റിടിച്ച് യാത്രികൻ മരിച്ചു. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി പുത്തരിക്കൽ തോട്ടത്തിൽ മുഹമ്മദിന്റെ മകൻ 39 വയസ്സുള്ള നുബൈദ് ആണ് മരിച്ചത്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ കൊരട്ടിക്കര മുഹ്യുദ്ദീൻ മസ്ജിദിന് മുമ്പിലായിരുന്നു അപകടം. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPI പിന്തുണ സ്വീകരിച്ച് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിൽ ചുമതലയേറ്റ AM നിതീഷിനെയും സബേറ്റ വർഗീസിനെയും കോൺഗ്രസ് പുറത്താക്കി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിന്റേതാണ് നടപടി. ബോഡി ബിൽഡറായ യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം ശങ്കരപുരം ക്ഷേത്രത്തിനടുത്തു താമസിക്കുന്ന കൊട്ടേക്കാട് രാജന്റെ മകൻ അനിരുദ്ധ് ആണ് മരിച്ചത്. ഉറക്കത്തിനിടെയുണ്ടായ ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് കരുതുന്നത്. ഒരുമനയൂർ പഞ്ചായത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റായി കോൺഗ്രസിലെ PM താഹിറും വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ നഷ്റ മുഹമ്മദുമാണ് സ്ഥാനമേറ്റത്. മത്സരിക്കാനുള്ള അംഗബലമില്ലാത്തതിനാൽ LDFും NDAയും ശനിയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ചാവക്കാട് തിരുവത്ര ജീലാനി നഗറിൽ അജ്ഞാതജീവി ആടുകളെ കടിച്ചുകൊന്നു. തേച്ചൻ വീട്ടിൽ ഖദീജയുടെ വീട്ടിലെ 2 ആടുകളാണ് അജ്ഞാതജീവിയുടെ ആക്രമണത്തിൽ ചത്തത്. ഒരാടിനെ കടിയേറ്റെങ്കിലും രക്ഷപ്പെട്ടു. മരത്തംകോട് പൊതുശ്മശാനത്തിന് സമീപം നായ്ക്കളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തി. കടങ്ങോട് പഞ്ചായത്ത് 18-ാം വാർഡിൽ ശ്മശാനത്തിന് സമീപത്തുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള നിലയിൽ നായ്ക്കളുടെ ജഡം കണ്ടെത്തിയത്. വിഷം ഉള്ളിൽ ചെന്നാണോ ചത്തത് എന്ന് വ്യക്തമല്ല. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന്റെ സമാപന ദിവസത്തോടനുബന്ധിച്ച് ശ്രീമഹാദേവന് കളഭാഭിഷേകം നടത്തി. 10 വർഷങ്ങൾക്കുശേഷം ഇടതുമുന്നണിയിൽ നിന്നും കാട്ടകമ്പാൽ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ച UDF ആഹ്ലാദ പ്രകടനവും അനുമോദന സദസ്സും നടത്തി. ലയൺസ് ക്ലബ്ബ് ഓഫ് ഗുരുവായൂരിന്റെ 34 സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ T. ജയകൃഷ്ണൻ നിർവഹിച്ചു. നെല്ലുവായ് ശ്രീധന്വന്തരി ക്ഷേത്രത്തിൽ ധന്വന്തരി സഹസ്രനാമം പുസ്തകം പ്രകാശനം ചെയ്തു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ദേവസ്വം ഓഫീസർ ശ്രീരാജിന് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് മധ്യവയസ്കന് കടന്നൽ കുത്തേറ്റു. ഇരിങ്ങപ്പുറം പറങ്ങനാട്ട് വീട്ടിൽ സുരേഷിനാണ് കുത്തേറ്റത്. പരിക്കേറ്റ ഇയാളെ എക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10 വർഷത്തിനുശേഷം ഇടതുമുന്നണിയിൽ നിന്നും പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ചതിൽ പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുമോദന സദസ്സും ആഹ്ലാദ പ്രകടനവും നടത്തി. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ 141ാമത് സ്ഥാപക ദിനം ആഘോഷിച്ചു. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്ഷേത്രമേൽശാന്തി നടുവിൽ മഠം ശ്രീനിവാസ അയ്യർ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്തിന് നൽകിയാണ് പ്രകാശനം നടത്തിയത്. 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന കഥകളി ആചാര്യൻ തിച്ചൂർ കറ്റശ്ശേരി സദനം രാമൻകുട്ടി നായരെ തിച്ചൂർ ഗ്രാമം ആദരിച്ചു. രാമദളം എന്ന പേരിൽ അയ്യപ്പസ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ആദര സദസ്സ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC വിഭാഗം NSS യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പിന് പഴഞ്ഞി മർത്തോമ സ്കൂളിൽ തുടക്കമായി. നെല്ലുവായ് ശ്രീധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് ആരംഭിച്ച സംഗീതോത്സവം പ്രശസ്ത പിന്നണി ഗായകൻ സന്നിധാനന്ദൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ അവാർഡ് നേടിയ ഉടുക്കുപാട്ടാശാൻ വാസുണ്ണി ഗുരുസ്വാമിയെ ചിറമനങ്ങാട് കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് ദേവാലയത്തിന്റെ കീഴിലുള്ള കല്ലുംപുറം സെന്റർ കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. വടക്കേകാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പ് കോൺകോട്ട് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. കുന്നംകുളം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാൾ ആഘോഷിച്ചു. സംസ്ഥാന ഫോക്ലോർ അവാർഡിനർഹനായ പ്രശസ്ത ശാസ്താംപാട്ട് കലാകാരൻ ചിറമനങ്ങാട് വാസുണ്ണി ഗുരുസ്വാമിയെ ചിറ്റിലാംകാട് ദേശവിളക്ക് ആഘോഷ കമ്മിറ്റി ആദരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.